അതിന് മുമ്പായിട്ട് ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ. ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ്. ഇത് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ. അടുത്ത് ഞാൻ ഓസ്കാറുമായിട്ട് അടുത്ത് വരുന്നതായിരിക്കും. പിന്നെ ആരിനോട് അനുമോൾ എന്നാണ് കളിയാക്കുന്നത്. ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളോ? ആര്? നിങ്ങളുടെ ആളാണോ? അഭിമാനിക്കുന്നു. ഇവിടുത്തെ നാട്ടുകാരനാണോ? അല്ല. ഈ നിൽക്കുന്നതൊന്നും ആരിനോടല്ലാന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് വോട്ട് ചെയ്തോ? നിങ്ങൾ ചെയ്തോ? അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ PR അല്ലേ? പിന്നെ എന്തിനാ എല്ലാരും PR എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? പക്ഷെ എന്നെ കാട്ടിലും കൂടുതൽ നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര. എന്തിനാ വരുന്നത്? ഫുഡ് കഴിക്കാൻ. എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് എനിക്ക് മേടിച്ചു തരുന്നു. അപ്പൊ ഞാൻ ആരായി? പൊട്ട ഞാൻ. അപ്പൊ എന്നെ എല്ലായിടത്തും ഒത്തിരി സ്നേഹം. എന്നെ കാണാമോ? ആദ്യം തന്നെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. എന്റെ സൗണ്ട് പോയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ആരിനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ആരിനാടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ ആരിനാട് അനുമോൾ എന്നാണ് കളിയാക്കുന്നില്ല. ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളോ? ആര്? നിങ്ങളുടെ ആളാണോ? അഭിമാനിക്കുന്നു. ഇവിടുത്തെ നാട്ടുകാരനാണോ? അല്ല. ഈ നിൽക്കുന്നതൊന്നും ആരിനോടല്ലാന്ന് എനിക്ക് മനസ്സിലായി. നിൽക്കുന്ന എല്ലാം മീഡിയക്കാരാണ്. ആരിനാണോ? ഈ ആരിനോട് എന്തൊരു പവറില്ലാത്തെന്ന് കൂവി കാണിച്ചു കൊടുക്കോ? എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചതില് എന്റെ സ്വന്തം ആരിനാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയില്ല കേട്ടോ, സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെയും എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ്. എല്ലാവരും ആ മുഖത്തെ ചിരി കാണുമ്പോൾ മനസ്സിലാവും കുഞ്ഞിലെ മുതലേ ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര്, കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? ആണ്. അബുദാബി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് സ്റ്റേജിൽ ഞാൻ താഴെ കിടക്കുന്നു കേട്ടോ. നാളെ പ്രോഗ്രാം ഉള്ളതാണ്. ആരും തള്ളരുത്. പിടിച്ചിട്ടുണ്ടോ? ഓക്കെ. എന്നെ കാണാമോ? അമ്മ ഭാഗത്തുനിന്ന് അതെ അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞിട്ടൊക്കെ. ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഫുള്ളും ആരിനാടാണ് കാണിക്കുന്നത്. അപ്പൊ ആരിനാടല്ല, ഇത് എന്റെ മാമൻ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്റെ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സുനിമാമൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സുനിമാമൻ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു. ഇതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ? നിങ്ങൾ ചെയ്തോ? അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ PR അല്ലേ? പിന്നെ എന്തിനാ എല്ലാരും PR എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? കേട്ടില്ല. അതാണ് അസൂയക്കും കുഷ്മിനും മരുന്നില്ലെന്ന് പറയുന്നത് കറക്റ്റ് ആട്ടോ അല്ലേ? ശരിക്കും എന്റെ PR നിങ്ങളാണ് അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, വേറെ ആൾക്കാണ് വോട്ട് ചെയ്തിരുന്നത്. എനിക്കൊരു പ്രശ്നമില്ല. ഓരോരുത്തർ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതെനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, ആരനാട് കാര്യം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോയാൽ പോലും ഞാൻ ആരനാടാണ് എന്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരനാട് അല്ലേ? ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നതാണ് ആരനാട്. സത്യം ഒരുപാട് പേര് ചേരപ്പള്ളിയോ
ഞാൻ ആരുടെ ചേരപ്പള്ളിയിൽ താമസിക്കുന്ന എല്ലാ കാര്യം അറിയാം. അതാരാ പറഞ്ഞു? ചേരപ്പള്ളിയിലാണുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ആ, എല്ലാവർക്കും അറിയാം. ഈ നാട്ടുകാർക്കും ഈ പുറത്തുള്ളവർക്ക് പോലും അറിയാം. അതെ, അബുദാബി എന്ന് വരില്ലേ? അതെ. നസീർക്ക, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചേട്ടൻ മാത്രം കേട്ടോ. നിങ്ങൾക്കറിയാം, സ്റ്റാർ മാജിക്കിലൂടെ കണ്ട ആർട്ടിസ്റ്റുകളാണ് അമീനും ഡയാനയും ആദിലയും. എന്റെ നല്ല മൂന്നുപേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ആദ്യം ഞാൻ പോലും നാട്ടിൽ, ഞാനിപ്പോ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നത്, ഞാൻ പോലും നാട്ടിൽ അധികം വരാറില്ല. പക്ഷെ എന്നെ കാട്ടിലും കൂടുതൽ നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര. എന്തിനാ വരുന്നത്? ഫുഡ് കഴിക്കാൻ. കാരണം ചിക്കൻ തോരൻ കഴിക്കാൻ വേണ്ടി അവള് ട്രിവാൻഡ്രത്ത് നിന്ന്, അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും. എത്ര തവണ? ഇഷ്ടം പോലെ. എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം. ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാളും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരൻ കിട്ടുന്നത്. പൊറോട്ട, പിന്നെ ബീഫ് കറി. എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് എനിക്ക് മേടിച്ചു തരുന്നു. അപ്പൊ ഞാൻ ആരായി പൊട്ട ഞാൻ. അപ്പൊ എന്തായാലും കൂടെയുള്ള എന്റെ ഫ്രണ്ട്സിന് അതിന് മുമ്പായിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എന്നെയാണ്. അപ്പോ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ കപ്പ് കാണിക്കട്ടെ? ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ, അല്ലേ? അത് ഇവിടേക്ക് കൂട്ടത്തില് ലൈവ് കാണുന്നവർക്കൊക്കെ ചിലപ്പോ മനസ്സിലായിരിക്കാം. ലൈവ് കാണുന്ന എത്ര പേരുണ്ട് അല്ലേ? മനസ്സിലായി വന്നപ്പോൾ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ്. ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരോടും ഒത്തിരി സന്തോഷം അറിയിക്കുന്നത്. അടുത്ത് ഞാൻ ഓസ്കാറുമായിട്ട് അടുത്ത് വരുന്നതായിരിക്കും. ഓസ്കാർ വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാ മാത്രമേ എനിക്ക് ഓസ്കാർ കിട്ടുള്ളൂ. അതെന്താ? സപ്പോർട്ട് മതി കേട്ടാ. ആ, അപ്പൊ ശരി, എല്ലാരും വീട്ടിൽ പോയി കിടന്നു. ബൈ, ഗുഡ് നൈറ്റ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം നാളെ മുതലാണ് എന്റെ ഇനാഗുറേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ കോഴിക്കോടാണ് എന്റെ ഫസ്റ്റ് ഇനാഗുറേഷൻ. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും വേണം. ഹായ് ആനന്ദ് ചേട്ടാ, എല്ലാരും അറിയാം. അപ്പൊ എല്ലാവരും അന്വേഷണം പറഞ്ഞേക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ വന്ന എല്ലായിടത്തും ഒത്തിരി സ്നേഹവും. ഇവരെല്ലാം എന്റെ സ്വന്തം ആൾക്കാരാണ്. എന്റെ മാമനാണ്, എന്റെ ചേട്ടനാണ്, എല്ലാവരും സ്വന്തം ആൾക്കാരാണ്. ഇത് എന്റെ അപ്പച്ചിന്റെ ഹസ്ബൻഡാണ് ഇത്ര സമയം ഇവിടെ ആങ്കർ ആയിക്കൊണ്ടിരുന്നത്. ആ, എന്റെ കുടുംബക്കാർ മൊത്തം ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, താങ്ക് യു. ഈ ആദരവിൽ പങ്കെടുത്ത്
നാടിനെ സ്തംഭിപ്പിച്ച അനുമോൾ